നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് S2 സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സംസ്ഥാനതല സമാപനം തിരൂരിൽ നടന്നു. പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കിക്ക് ഡ്രഗ്സ് S2 സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ആവേശകരമായ സമാപനം മെയ് 5 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 14 ജില്ലകളിലും നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിന് ശേഷമാണ് സന്ദേശയാത്ര തിരൂരിൽ സമാപിച്ചത്. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാനതല സമാപനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട അതിഗംഭീരമായ ഒരു ദൗത്യമാണ് ലഹരിക്കെതിരായിട്ടുള്ള കായിക വകുപ്പ് സംഘടിപ്പിച്ച കിക്ക് ഡ്രഗ്സ് S2 സ്പോർട്സ് എന്ന ഈ പരിപാടി. എല്ലാ അർത്ഥത്തിലും കായിക രംഗത്ത് ചരിത്രം രചിച്ച ഒരു സംഭവമായി ഈ സന്ദേശയാത്ര മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മാരകമായ ലഹരിക്കെതിരായി ഈ പോരാട്ടം നയിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കായിക വകുപ്പിനെ ഏൽപ്പിച്ചപ്പോൾ ആ ദൗത്യം വളരെ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഏറ്റെടുത്തത്. സ്പോർട്സിൻ്റെ ഈ പ്രചരണ പരിപാടിയിൽ ലഹരിക്കെതിരായ ശക്തമായിട്ടുള്ള സന്ദേശം നൽകാൻ നമുക്ക് കഴിഞ്ഞു. കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനായി. വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഞാൻ ആദ്യമായി പ്രിയങ്കരനായ കായിക വകുപ്പ് മന്ത്രിയെ അഭിനന്ദിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ മെയ് 5 കാസർഗോഡ് നിന്ന് തുടങ്ങി എല്ലാ ജില്ലയിലും പ്രയാണം നടത്തി മലപ്പുറത്തെ തിരൂരിൽ, നമ്മുടെ തിരൂരിൽ വന്ന് ഈ വലിയ ഉദ്യമം അവസാനിപ്പിക്കാനെടുത്ത തീരുമാനം വളരെ സന്തോഷകരമായി. പ്രിയങ്കരനായ വി അബ്ദുറഹ്മാൻ സാഹിബ് നയിച്ച കിക്ക് ഡ്രഗ്സ് S2 സ്പോർട്സ് എന്ന സ്ലോഗൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വലിയ ദൗത്യം നിർവഹിക്കാൻ മുന്നോട്ട് വന്നത്. ഫുട്ബോൾ താരം IM വിജയൻ, സംവിധായകൻ ലാൽ ജോസ്, കവി റഫീഖ് അഹമ്മദ്, സംഗീത സംവിധായകൻ ബിജിപാൽ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. വളർത്തിയത് മലബാറിലുള്ളവരാണ്. കാരണം ഞാൻ കുറേ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോളിൻ്റെ മെക്ക എല്ലാവരും പറയും കൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പറയാൻ അവസാനമായിട്ട് അറിയാം, ഫുട്ബോളിൻ്റെ മെക്ക മലബാറാണ്. കാരണം അവിടുത്തെ ഫുട്ബോൾ പ്രേമികളെ പോലെ ലോകത്ത് എവിടെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാം, ബ്ലാസ്റ്റേഴ്സിന് കളിക്ക് ഏറ്റവും അധികം വണ്ടികൾ നോക്കിയാൽ കേൾക്കാൻ, പിന്നെ നമ്മുടെ മലബാർ സൈഡിൽ നിന്നാണ് ഏറ്റവും അധികം ഉണ്ടാകുന്നത്. വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്ക് മരുന്നുകളുടെ ഉപയോഗം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. വിദ്യാർത്ഥികളുടെ ഇടയിൽ കെമിക്കൽ ഡ്രഗ്സിൻ്റെ യൂസേജ് വളരെയധികം വ്യാപകമായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത്. പിന്നെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബോധവൽക്കരണമാണ്. ജില്ലാ കലക്ടർ VR വിനോദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് U സൈനുദ്ദീൻ, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത്, തിരൂർ സബ് കലക്ടർ ദിലീപ് K കൈനിക്കര, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി, ഷൈനി വിൽസൺ, വഖഫ് ബോർഡ് ചെയർമാൻ KS സക്കീർ, കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗഫൂർ പിലിലിസ്, E ജയൻ, VP സക്കീർ ഹുസൈൻ, സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കായിക വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ് IAS സ്വാഗതം പറഞ്ഞു. തിരൂർ, തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും SSLC, VHSC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ, ദേശീയ അന്തർദേശീയ മികവ് പുലർത്തിയ കായിക താരങ്ങൾ എന്നിവരെ അനുമോദിച്ചു. മാജിക് ഷോ, മാതാ പേരാമ്പ്ര അവതരിപ്പിച്ച ജയ്ഹിന്ദ് സംഗീത ശില്പം, ഗായകൻ ഡെപ്സിയുടെ സംഗീത പരിപാടി എന്നിവ അരങ്ങേറി. വെട്ടം ന്യൂസ്, തിരൂർ. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ.